ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കും, അതിലൊന്നും ആശ്രയിക്കേണ്ട, അത് കണ്ട് സന്തോഷിക്കേണ്ട. ഇപ്പം നിങ്ങൾ ധ്യാനം കൂടും, അതിലൊന്നും കണ്ട് സന്തോഷിക്കേണ്ട. നിങ്ങൾ ആത്മാവിൽ ശക്തരല്ലെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നിങ്ങൾ ദൈവപിതാവിൻ്റെ നല്ല ശക്തിയുള്ള മകനും മകളുമായി ദൈവപിതാവിൻ്റെ ശക്തി നിങ്ങളിൽ വർദ്ധമാനമായിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വർദ്ധമാനമായിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, ശരീരത്തിൻ്റെ ആരോഗ്യം വെച്ചതുകൊണ്ടോ, ശരീരത്തിൻ്റെ തടി വെച്ചതുകൊണ്ടോ, മനസ്സിൻ്റെ ബലം വെച്ചതുകൊണ്ടോ, അന്ധകാര ശക്തികളുമായുള്ള യുദ്ധം വരുമ്പോൾ ഇതൊന്നും നമ്മളെ താങ്ങി നിർത്തുകയില്ല. നമ്മുടെ പണമോ ജോലിയോ ആരോഗ്യമോ സൽസ്വഭാവമോ ഒന്നുമല്ല, ആത്മാവിലുള്ള ശക്തിയാണ് യഥാർത്ഥ ശക്തി. പരിശുദ്ധാത്മാവിൽ നമ്മൾ എത്രമാത്രം ശക്തരാകുന്നു, അതാണ് യഥാർത്ഥ ശക്തി. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തി പ്രാപിക്കണം.